സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമുക്ക് ഈ ദിവസത്തെ വലിയ വാർത്ത പരിശോധിക്കാം. ദ ബിഗസ്റ്റ്. ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയേക്കും. മന്ത്രിയായതോടെ OJ ജനീഷ് സ്ഥാനം ഒഴിയും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണയും ബിനു ചുള്ളിലിനെ പരിഗണിച്ചിരുന്നു. KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനവും ഉണ്ടാകും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വട്ടം ഈ സാമുദായിക സമവാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് ബിനു ചുള്ളിയിൽ ഒഴിവാക്കപ്പെട്ടതും അവിടെ ജനീഷ് വരുന്നതുമൊക്കെയും. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഈ യൂത്ത് കോൺഗ്രസിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അവിടെ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ ഈ അണികൾക്കിടയിൽ പോലും അസ്വാരസ്യങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ബിനു ചുള്ളിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്ന വാർത്തകൾ കൂടി. സേതു, ഗുഡ് മോർണിംഗ്. ഷാഫി പറമ്പിൽ പ്രസിഡന്റായിരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് സജീവമായിരുന്നു. അതിനുശേഷം സംഘടന നിർജീവമായി എന്നൊരു വിമർശനം അണികൾക്കിടയിലുണ്ട്. അതിനിടയിലാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നതും പിന്നാലെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയതും. നിലവിൽ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന OJ ജനീഷ്, അദ്ദേഹം MLA ആയി ഇപ്പോൾ മന്ത്രിയായി. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നും OJ ജനീഷ് ഒഴിയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുക ബിനു ചുള്ളിലിനെ ആയിരിക്കും. ബിനു ചുള്ളിൽ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തെ പരിഗണിച്ചതാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 3 പേരുകൾ, 1 OJ ജനീഷ്, 2 അബിൻ വർക്കി, ബിനു ചുള്ളിൽ, ഈ 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ സാമുദായിക സമവാക്യം പരിഗണിച്ചാണ് OJ ജനീഷിലേക്ക് അധ്യക്ഷ സ്ഥാനം പോയത്. അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷനാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴെന്തായാലും അദ്ദേഹത്തിന്റെ പേര് മാത്രമാണ് സജീവമായി പരിഗണിക്കുന്നത്. ധർമ്മടത്ത് മത്സരിച്ച അബ്ദുൾ ബഷീറിന്റെ പേരും ഇപ്പോൾ നിലവിൽ എന്തായാലും ഉണ്ട്. പക്ഷേ അവിടെ സജീവമായി പരിഗണിക്കുന്നത് ബിനു ചുള്ളിലിന്റെ പേരാണ്. അദ്ദേഹത്തിന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു ചുള്ളി തന്നെ വരാനാണ് സാധ്യത. എന്തായാലും അത് വരുന്ന ഒരു മാസത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ KPCC സംസ്ഥാന അധ്യക്ഷൻ അവിടെ അദ്ദേഹവും സണ്ണി ജോസഫും മത്സരിച്ച MLA, അദ്ദേഹം മന്ത്രിയുമായി. അതുകൊണ്ട് ആ സ്ഥാനവും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് അദ്ദേഹം മാറാനുള്ള താല്പര്യം കഴിഞ്ഞ KPCC നേതൃയോഗത്തിലും അതോടൊപ്പം തന്നെ AICCയും അറിയിച്ചതാണ്. ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരും. അവിടെ 10ഓളം പേരുകൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉണ്ട്. ആ പ്രഖ്യാപനവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും ഒരുമിച്ചായിരിക്കും പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് പോഷക സംഘടനകളുടെയും തലപ്പത്ത് മാറ്റം വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. സേതു, ശരി. ബിനിൽ ലീല സാബു ആണ് വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.